ഇന്ന് രാവിലെ ബിഗ് ബോസ് ഒരു നല്ല അടിപൊളി ടാസ്ക് കൊടുത്തു കേട്ടോ. അത് നല്ല ഒരു ടാസ്ക്കാണ്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എപ്പോഴും വൃത്തിയോടെ നടക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ആ ബിഗ് ബോസിനകത്ത് വൃത്തിയുള്ളവരെയും വൃത്തിയില്ലാത്തവരെയും ഓരോരുത്തരും തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക്. അപ്പോൾ അനുമോള് അവിടെ വൃത്തിയില്ലാത്തതിനെക്കുറിച്ച് പറഞ്ഞത് രേണുവിനെയാണ്. അപ്പോൾ രേണുവിനെ അത് ഭയങ്കര ഒരു എന്താ പറയുക, മനസ്സിനെ വേദനിപ്പിച്ച് കളഞ്ഞു. കാരണം അനു പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണു തല നനച്ച് കുളിക്കത്തില്ല, രേണുവിൻ്റെ തലയിൽ നിറയെ പേനാണ്, മുടി എക്സ്റ്റൻഷൻ വെച്ചത് കൊണ്ടായിരിക്കാം തല കഴുകാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാലും രേണുവിൻ്റെ തലയിൽ കൂടി പേൻ പോകുന്നുണ്ടെന്നും അനു അത് പെറുക്കിയെടുത്ത് കൊടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ട് അവിടെ ഉള്ളവർക്കെല്ലാം എല്ലാവർക്കും അത് വലിയൊരു ബുദ്ധിമുട്ടായി എന്നൊക്കെ നമ്മുടെ അനു പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രേണുവിനെ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ ലോകം മൊത്തം ഇത് കേൾക്കുകയല്ലേ ചെയ്ത്, മലയാളികളായ എല്ലാവരും ഇത് കേട്ടിരിക്കുകയാണല്ലോ. അപ്പം രേണുവിനെ ഇതൊട്ടും സഹിക്കാൻ പറ്റിയില്ല, ഈ അപമാനം. പക്ഷേ ഈ തലയിൽ പേനുണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അപമാനമല്ല. അതെല്ലാവരുടെയും തലയിൽ വരാവുന്നതാണ്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇതൊക്കെ നമ്മുടെ തലയിൽ കയറാവുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും കയറാം. നമ്മൾ യാത്ര ചെയ്യുന്ന അവസരത്തിലും നമ്മൾ വേറെ സ്ഥലത്ത് താമസിക്കുമ്പോഴും നമ്മൾ ഒരുപാട് പേർ ഇവിടെ താമസിക്കുന്ന അവസരങ്ങളിലൊക്കെ നമ്മുടെ തലയിൽ കയറാവുന്നതാണ്. പിന്നെ രേണു സുധി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. കാരണം ഇച്ചിരി വൃത്തി കുറവാന്ന് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അത് നമുക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഇനിയും വൃത്തി ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അതായത് നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ താമസിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ജീവിച്ച സാഹചര്യത്തിൽ നമുക്കിപ്പം എല്ലാം കൂടെ നമുക്ക് നോക്കാൻ പറ്റാതെ വരും. അത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ കൊണ്ടും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും നമ്മൾ ജീവിച്ച അതായത് സാഹചര്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ടൊക്കെ നമുക്ക് ചിലപ്പം എല്ലാവരെയും പോലെ ഒരുപാട് എപ്പോഴും വൃത്തി നടക്കാൻ പറ്റാത്ത ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. പിന്നെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വൃത്തിയായിട്ട് നടക്കുക. പിന്നെ ഈ തലയിൽ പേനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു പേൻ ജീപ്പ് മേടിച്ച് നന്നായിട്ട് തലയിൽ എണ്ണയൊക്കെ വെച്ച് നമുക്ക് നന്നായിട്ട് അത് ചീകി എടുത്ത് മൊത്തം കളയാനുള്ളതേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ നമ്മൾ വലിയ ട്രീറ്റ്മെൻറ്റിൻ്റെ പുറകെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളൊരു മുടി എക്സ്റ്റൻഷൻ വെക്കുന്നതിന് മുമ്പേ നമ്മൾ പല കാര്യങ്ങൾ ചിന്തിക്കുക. ഒരിക്കലും ചില ആൾക്കാരുണ്ട്, അവർ പറയും മുടി വെച്ചാൽ നിങ്ങൾക്ക് സൗന്ദര്യം തോന്നിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുപാട് അട്രാക്ട് ചെയ്യാൻ 100,000 പേര് വരും. പക്ഷേ രേണു സുധി ഒരിക്കലും മുടി എക്സ്റ്റൻഷൻ വെച്ചതുകൊണ്ട് രേണു സുധിക്ക് എന്തെങ്കിലും സൗന്ദര്യം വെച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ എന്തിനാണ് ഹെയർ എക്സ്റ്റൻഷൻ വെക്കുന്നത്? ഒന്നാമത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചൂട് കൂടുതലാണ്. ഹ്യൂമിഡിറ്റി നമ്മുടെ ശരീരം മൊത്തം ചൂടായി കഴിയുമ്പോൾ നിറയെ ഹ്യൂമിഡിറ്റിയാണ്. പിന്നെ നമ്മൾ മുടി ഉള്ളവർ പോലും ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? മുടി കുറയ്ക്കാനാണ്. കാരണം കാലാവസ്ഥ അത്രത്തോളം വ്യത്യാസമായി കഴിഞ്ഞു. പിന്നെ നമുക്കുള്ള മുടി വൃത്തിയായിട്ട് ചീകി വൃത്തിയായി വെടിപ്പാക്കി ഷാമ്പൂ ഒക്കെ ഇട്ട് അത് നീറ്റാക്കി നടന്നാൽ വളരെ നന്നായിരിക്കും. രേണു സുധിക്ക് മുടി എക്സ്റ്റൻഷൻ വെക്കുന്നതിന് മുമ്പേ എന്നാ ഭംഗിക്കുറവൊന്നും ഇല്ലായിരുന്നു. വളരെ നന്നായിട്ടാണ് മുടിയിരുന്നത്. അല്ലാതെ ഇപ്പോൾ എക്സ്റ്റൻഷൻ വെച്ച് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ വലിയ ഇതാണ് പോലെ കിടക്കുന്നത് നമുക്ക് തോന്നും. ഈ മുടി എക്സ്റ്റൻഷൻ വെക്കാൻ പറയുന്ന ആൾക്കാരില്ലേ, ശരിക്കും പറഞ്ഞാൽ അവർ രേണു സുധിക്ക് മുടി വെച്ച് തന്നതിന് കാരണം എന്താണെന്നറിയാവോ? രേണു സുധി ഇത്ര റീച്ചായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അവരുടെ ബിസിനസ് ജനങ്ങളൊന്ന് അറിയണം, അവരെ ഒന്ന് അറിയണം. നാളെ അവർക്ക് 2 ബിസിനസ് കിട്ടണം. അതിനുവേണ്ടി അവർ ചെയ്ത ഒരു ട്രിക്കാണെന്ന് തന്നെ വേണേൽ പറയാം. അല്ലാതെ ഇപ്പം എല്ലാവർക്കും ഇപ്പം മുടി നീളത്തി വെച്ചിട്ടാണോ? അല്ലല്ലോ. നമുക്ക് എന്തുമാത്രം മുടിയുണ്ടോ അത് നമ്മൾ വൃത്തിയായിട്ട് കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. പിന്നെ നമ്മുടെ ശരീരത്തിന് അസുഖങ്ങളൊന്നുമില്ലാതെ നമ്മൾ പരിപാലിക്കുക. അല്ലാതെ ഈ മുടി കുറേ എക്സ്റ്റൻഷൻ വെച്ചിട്ട് ഈ കോപ്രായമൊക്കെ കാണിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഉള്ളത് കൊണ്ട് വൃത്തിയായിട്ട് നടക്കുക എന്നുള്ളത്. അതുകൊണ്ട് രേണു സുധി സത്യം പറയാം, എന്നാൽ രേണു സുധിയുടെ ശരീരം ഇച്ചിരിയല്ലേ ഉള്ളൂ. അപ്പോൾ എന്തിനാണ് ഇത്രയും മുടി വെക്കുന്നത്? അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ രേണു സുധിയുടെ ഉള്ള സൗന്ദര്യം മുടി വെച്ചതുകൂടി പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനു മുന്നേ രേണു സുധിയെ ഞാൻ സ്ക്രീനിലൊക്കെ കാണുമ്പോൾ നല്ല ഉള്ള തലമുടി, നല്ല നേരത്തെ ചുരുണ്ട മുടിയായിരുന്നല്ലോ. അപ്പോഴേക്കും നമുക്കതൊരു ഭംഗിയൊക്കെ തോന്നിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് സ്ട്രേറ്റ് ചെയ്തെങ്കിലും എനിക്ക് നേരത്തെ മുടിയൊക്കെയാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. എന്നാന്ന് പറഞ്ഞാലും ഈ അനുമോൾ ഇപ്പോൾ നേരിട്ടൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും അതിനകത്ത് വലിയ പരിഭവിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും അനു പാത്തും പതുങ്ങിയും ഒന്നും അല്ലല്ലോ നിന്ന് പറഞ്ഞത്. ചില ആൾക്കാർ എവിടെ നിന്ന് പാത്തും പതുങ്ങിയും പറയുന്നുണ്ട്. ഇനി ഇൻ കേസ് ബിഗ് ബോസിൽ ഇനി പാത്തു പതുങ്ങി പറഞ്ഞെന്ന് പറഞ്ഞാലും അവിടെ ക്യാമറ ഉള്ളത് കൊണ്ട് 73 ക്യാമറ ഉണ്ടെന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിലൂടെ നമ്മൾ എത്ര കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാലും അത് പുറം ലോകത്തേക്ക് വരും. പിന്നെ അവരത് കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരികയും ചെയ്യും.
അപ്പോൾ അനു പറഞ്ഞതിനെ പറ്റി നമ്മൾ ആരും അനു പബ്ലിക്കിൽ പറഞ്ഞു എന്നൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ബിഗ് ബോസ് ചോദിച്ചത് വൃത്തിയുള്ള കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇതെല്ലാം വൃത്തിയിൽപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ പേരും പറഞ്ഞ് ഇനി രേണുസുതി അവിടെ കിടന്നുകൊണ്ട് അലറുകയും വിളിക്കുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പേനിൻ്റെ കാര്യമല്ലേ പറഞ്ഞുള്ളൂ. തലയിൽ കൂടെ പേൻ വരും. സ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ തലയിൽ കൂടെ പേൻ ഒഴുകുമായിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ പറയുന്നത് തല നിറച്ച് പേനാന്ന് പറയുമല്ലോ. അപ്പോൾ അതൊക്കെ സഹിച്ചല്ലേ നമ്മൾ മുന്നോട്ട് വന്നേ എന്ന് പറഞ്ഞൊക്കെ ബിഗ് ബോസിൽ ഇതും നമ്മൾ സഹിക്കാൻ തയ്യാറായി ഇതിനെ ഒരു ഗെയിം ആക്കി എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരിക. അല്ലാതെ പേനയോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അവിടെ കിടന്ന് അലറിക്കറിഞ്ഞാൽ അത് രേണുസുതിക്ക് തന്നെ പ്രശ്നമാകത്തേ ഉള്ളൂ. അയ്യോ ഞാൻ ട്വിറ്റ് ചെയ്യുകയാണ്, എനിക്ക് നാട്ടിൽ പോകണം, എന്നെ ഇവിടുന്ന് വിടോ, അയ്യോ ഇതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. അനു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അനുമോളെ എനിക്കിങ്ങനെ ഉണ്ട്, പ്രശ്നമുണ്ട്, ഞാനത് മാക്സിമം നന്നാക്കി എടുക്കും, ഞാനതിനെ പേനൊക്കെ ചീകി വൃത്തിയാക്കി വെടിപ്പാക്കി ഞാൻ എടുക്കും എന്ന് നമ്മൾ ഒരിക്കലും അവിടെ ഒരിക്കലും നമ്മൾ അപമാനിതയാകേണ്ട ആവശ്യം അവിടെ ഇല്ല. അതുകൊണ്ട് രേണുസുതി വളരെയധികം മുന്നോട്ട് തന്നെ ഇനിയും കാലെടുത്ത് വെക്കുക. നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന മാക്സിമം നിങ്ങൾ കളിച്ച് മുന്നേറാൻ ശ്രമിക്കുക. എല്ലാത്തിനകത്തും ഒരു പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ അനുവിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അനു എപ്പോഴും കിടന്ന് കണ്ടമാനം കരയുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമുക്ക് അനുവിനെ കളിയാക്കാം, അയ്യോ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കുന്നു, ചെറിയ കാര്യം പറയണം നിങ്ങൾ കരയുക എന്നൊക്കെ പറഞ്ഞ് നമുക്കും പറയാം. എല്ലാവർക്കും കുറ്റമുണ്ട്, എല്ലാവരും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കുക. ഓരോരുത്തർക്കും അവരുടേതായ കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിനെ ഒന്നും വളരെ സീരിയസ് ആയിട്ട് എടുക്കാതെ നിങ്ങൾ അയ്യോ എനിക്ക് കുറ്റ് ചെയ്യണേ എനിക്ക് പോകണമെന്നൊന്നും പറയാതെ നിങ്ങൾ നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ രേണുസുതിയുടെ ഒരു ഗെയിമും നമ്മൾ കാണുന്നില്ല, അത് വേറെ സത്യമാണേ. രേണുസുതിക്ക് ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമേ രേണുസുതി എന്ന ഒരാൾ അവിടെ ഉണ്ടെന്ന് പോലും തോന്നിപ്പിക്കത്തുള്ളൂ. കാരണം അതുവരെ അവിടെ അന്നോ ഇല്ല അനക്കോ ഇല്ല, രേണുസുതി എവിടെയാണെന്ന് പോലും അറിയത്തില്ല. രേണുസുതി ഒരു നല്ല കണ്ടന്റ് ക്രിയേറ്റർ ആകുന്നില്ല, അതുപോലെ നല്ല ടാസ്കുകളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അതിനും നമുക്ക് അറിയത്തില്ല. അങ്ങനെ